ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും വിൻസ്പയറിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് മുതൽ ജനറൽ പി എസ് സിയുടെ ഇംഗ്ലീഷ് പി വൈ ക്യു സീരീസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ എൽ പി യു പി സൈക്കോളജി പി വൈ ക്യു സീരീസ് സ്റ്റാർട്ട് ചെയ്തിരുന്നു. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത പി വൈ ക്യുകളിൽ നിന്നും പല ചോദ്യങ്ങളും ഈ കഴിഞ്ഞ യു പി എസ് ടി എക്സാമിന് വന്നിട്ടുണ്ട്. സോ അത് പി വൈ ക്യു നോക്കുന്നതിൻ്റെ ഒരു പ്രാധാന്യമാണ്. നമ്മൾ ഏതൊരു എക്സാമിന് ആയാലും പി വൈ ക്യു അനലൈസ് ചെയ്യുക എപ്പോഴും എക്സാമിന് ഗുണം ചെയ്യും. നമ്മൾ നോക്കുന്ന ചോദ്യം അതേപോലെ വരണമെന്നില്ല, അതേ പാറ്റേണിലുള്ള ചോദ്യങ്ങൾ കാണാൻ കഴിയും, പ്രത്യേകിച്ച് ഇംഗ്ലീഷ് പോലുള്ള സബ്ജക്റ്റിൽ. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒന്നാമത്തെ ചോദ്യം, ഹി ടുക്ക് റിവെഞ്ച് ഡാഷ് ഹിസ് ഫോൾസ്. ഹി ടുക്ക് റിവെഞ്ച്, അവൻ പ്രതികാരം ചെയ്യുന്നുണ്ട്. ഹിസ് ഫോൾസ്, അതെ, അവൻ്റെ ശത്രുക്കളോട്. ഫോൾസ് എന്ന് പറയുന്നത് എനിമീസ് എന്നതിൻ്റെ സിനോണിമാണ്, അതുകൂടി നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഫോൾസ് എന്നത് എനിമീസ് എന്നതിൻ്റെ പര്യായ പദം, സിനോണിമാണ്. അപ്പോൾ റിവെഞ്ച് എന്നതിനോട് ഏത് പ്രിപ്പോസിഷനാണ് നമ്മൾ ചേർത്ത് വെക്കുന്നതെന്നാണ് പി എസ് സി ചെക്ക് ചെയ്യുന്നത്. ഓപ്ഷൻസിൽ ഫോർ ഉണ്ട്, ഓൺ എന്നുള്ളതുണ്ട്, ബൈ ഉണ്ട്, ഇൻ ഉണ്ട്. സോ റിവെഞ്ച് എന്ന വെർബിനോട്, ഹി ടുക്ക് റിവെഞ്ച് അല്ലെ, റിവെഞ്ച് എന്ന നൗണിനോട്, വെർബല്ല നൗണിനോട് എപ്പോഴും ഓൺ ആണ് വരുന്നത് കേട്ടോ. ഹി ടുക്ക് റിവെഞ്ച് ഓൺ ഹിസ് ഫോൾസ്, ഹി ടുക്ക് റിവെഞ്ച് ഓൺ ഹിസ് എനിമീസ്. അപ്പോൾ എങ്ങനെയായാലും റിവെഞ്ച് എന്നൊരു നൗണ് തൊട്ട് മുന്നേ ഉണ്ട് എങ്കിൽ ഓൺ എന്ന പ്രിപ്പോസിഷൻ മാത്രമാണ് ഉപയോഗിക്കാറ്. ദെൻ ഹി അഡ്മിറ്റഡ് ഹിസ് ഡാഷ്, അവൻ അവൻ്റെ ഡാഷ് സമ്മതിച്ചു. ഇപ്പോൾ ഓപ്ഷനിൽ നോക്കുന്ന സമയത്ത് ഗിൽറ്റി, ഇന്നസെൻറ്റ്, ഗിൽറ്റ്, ഹാപ്പി ഒക്കെ കാണുന്നുണ്ട്. അപ്പോൾ അഡ്മിറ്റഡ് എന്ന വെർബ് വന്നു കഴിഞ്ഞാൽ ശേഷം നമ്മളെപ്പോഴും ഒരു നൗൺ ആണ് ചേർക്കേണ്ടത് അല്ലേ. അവിടെ ഒരു അഡ്ജക്റ്റീവ് ഒന്നും ചേർക്കാൻ പാടില്ല. ഗിൽറ്റി, ഇന്നസെൻറ്റ്, ഹാപ്പി എന്നൊക്കെ പറയുമ്പോൾ അഡ്ജക്റ്റീവാണ്. ഗിൽറ്റ് ഒരു നൗൺ അല്ലേ. ഗിൽറ്റ് എന്ന നൗണിൻ്റെ അഡ്ജക്റ്റീവാണ്, വിശേഷണമാണ് ഗിൽറ്റി എന്ന് പറയുന്നത്. ഗിൽറ്റി അല്ലേ. ഇന്നസെൻറ്റ്, ഹാപ്പി, ഹാപ്പിനെസ്. സോ നമുക്ക് ഗിൽറ്റ് നമ്മുടെ ഓപ്ഷനിൽ നൗണായിട്ട്, പക്ക നൗൺ, പ്യുവർ നൗണായിട്ട് വന്നിട്ടുള്ളത് ഓപ്ഷൻ സി മാത്രമാണ്. സോ ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. അടുത്ത ചോദ്യം. സോ ഇതെല്ലാം വളരെ അടുത്തടുത്ത് നടന്ന എക്സാമുകൾക്ക് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളതാണ്. ഇഫ് യു ഹാഡ് ബീൻ മോർ പൊളൈറ്റ്, ഇഫ് ക്ലോസ് ആണ് അല്ലേ. ഇഫ് യു ഹാഡ് ബീൻ മോർ പൊളൈറ്റ്. അപ്പം ഇഫ് ക്ലോസ് 3 വിധത്തിലാണുള്ളത്, ഞാൻ എല്ലാം പറയുന്നില്ല. ആ ഇഫ് ക്ലോസിലെ മൂന്നാമത്തെ കണ്ടീഷനാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇഫ് യു ഹാഡ് ബീൻ അല്ലേ, യു ഹാഡ് ബീൻ. അപ്പോൾ ഇഫ് ക്ലോസിന് ശേഷം സബ്ജക്റ്റിന് ശേഷം ഹാഡ് ആണ് വരുന്നതെങ്കിൽ ഹാഡ് പ്ലസ് V3. ഇവിടെ V3 വന്നിട്ടില്ല, കാരണം അതൊരു വെർബില്ലാത്ത സെന്റൻസ് ആണ്, ഒരു ക്ലോസ് ആണ്. അതുകൊണ്ടാണ് ബീൻ വന്നത്. വെർബില്ലാത്തത് കൊണ്ടാണ് അവിടെ ബീൻ വന്നത്. അപ്പോൾ ഇത് കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ഇഫ് ക്ലോസിൽ സബ്ജക്റ്റിന് ശേഷം ഹാഡ് പ്ലസ് V3 ആണ് എങ്കിൽ മെയിൻ ക്ലോസിൽ വരേണ്ടത് സബ്ജക്റ്റിന് ശേഷം വുഡ് ഹാവ് പ്ലസ് V3. വുഡ് ഹാവ് പ്ലസ് V3. ഓപ്ഷനിൽ വുഡ് ഹാവ് പ്ലസ് V3 എവിടെയാണുള്ളത് നോക്കുക. വുഡ് എന്നത് മാത്രമല്ല, മോഡൽ ഓക്സിലറികളിലെ ഏതും വരാം. നമ്മുടെ ഓപ്ഷനിൽ വുഡും കുഡൊക്കെ കാണുന്നുള്ളൂ. അപ്പോൾ വുഡ് ഹാവ് പ്ലസ് V3 കറക്റ്റ് വന്നിട്ടുള്ളത് ഓപ്ഷൻ എയിലാണ്. അപ്പോൾ ഇഫ് ക്ലോസ് ഒക്കെ വന്നാൽ നിങ്ങൾ ഈ ഒരു രീതിയിലാണ് അപ്രോച്ച് ചെയ്യേണ്ടത്. സോ നമ്മുടെ ഉത്തരം ഓപ്ഷൻ എ ആണ്. ദെൻ നാലാമത്തെ ചോദ്യം, വി ഓൾ ഡാഷ് യെസ്റ്റർഡേ. ഇത് ടെൻസിൻ്റെ ഭാഗത്തു നിന്ന് വന്നൊരു ചോദ്യമാണ് അല്ലേ. സബ്ജക്റ്റ് അവിടെ തന്നിട്ടുണ്ട്, അപ്പോൾ നമ്മൾ ഏത് വെർബ് കൊടുക്കുമെന്നാണ്. അപ്പോൾ ആ ഒരു സെൻറ്റൻസിൻ്റെ ഏറ്റവും അവസാനം യെസ്റ്റർഡേ എന്നൊരു ടൈം വേർഡ് കണ്ടല്ലോ. യെസ്റ്റർഡേ എന്ന ടൈം പാസ്റ്റിനെ സൂചിപ്പിക്കാനാണ്. അപ്പോൾ നമുക്ക് സിമ്പിൾ പാസ്റ്റ് തന്നെ കൊടുക്കാം അല്ലെ. യെസ്റ്റർഡേ എന്നുള്ളത് സിമ്പിൾ പാസ്റ്റിനെ സൂചിപ്പിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ടൈം വെർബാണ്. സിമ്പിൾ പാസ്റ്റ് ആകണമെങ്കിൽ നമ്മൾ ഏത് വെർബ് കൊടുക്കണം? V2 ആണ് കൊടുക്കേണ്ടത് അല്ലേ. വെറും V2, അതിൻ്റെ മുന്നിൽ ഒരു ഓക്സിലറി വരേണ്ട ആവശ്യമില്ല. സോ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ അഞ്ചാമത്തെ ചോദ്യം, ഐ ആം നോട്ട് അറ്റ് ഓൾ സാറ്റിസ്ഫൈഡ്. എന്നിട്ട് ഒരു കോമയുണ്ട്, ഒരു ഡാഷ് ഉണ്ട്, ക്വസ്റ്റ്യൻ മാർക്ക്. അപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നതിന് ശേഷം ഒരു കോമ ഇടുകയും ഒരു ഡാഷും ക്വസ്റ്റ്യൻ മാർക്കും തന്നാൽ മനസ്സിലാക്കുക അത് ക്വസ്റ്റ്യൻ ടാഗിൻ്റെതാണെന്ന് മനസ്സിലാക്കുക. അല്ലെങ്കിൽ തന്നെ നമുക്കത് ഓപ്ഷൻസ് കാണുമ്പോൾ നമുക്ക് അത് പിടികിട്ടും.
അപ്പോൾ ഈ ഒരു പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻ ടാഗ് എപ്പോഴും PSC ചോദിക്കുന്നതാണ്. നമുക്കറിയാം ഐ ആം വന്നു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ടാഗ് ആർ ആൻഡ് ഐ ആണ്. എന്നാൽ നമ്മുടെ സെൻറ്റൻസിൽ ഐ ആം നോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നീട് ആർ ഐ അല്ല വരുന്നത്, ആം ഐ തന്നെയാണ് വരുന്നത് കേട്ടോ. ആം ഐ ആണോ കേട്ടോ, ആം ഐ ആണ്. അത് ആൻസർ കൊടുത്തത് മാറിയതാണ്. ആം ഐ ഓപ്ഷൻ ബി ആണ് കേട്ടോ, ഓപ്ഷൻ ബി ആണ്. ദെൻ ആറാമത്തത്, ഇറ്റ് ഈസ് എ വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി. ദ സെൻറ്റൻസ് ഈസ്. അപ്പോൾ ഇറ്റ് ഈസ് എ വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്ന ഈ സെൻറ്റൻസ് എന്തിനെ സൂചിപ്പിക്കുന്നു? ഇംപറേറ്റീവ് ആണോ, എക്സ്ക്ലമേറ്ററി ആണോ, അസേർട്ടീവ് ആണോ, ഇൻട്രോഗേറ്റീവ് ആണോ? ഇംപറേറ്റീവ് സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ്മെന്റ് അല്ല, വാർണിംഗ്, അതേപോലെ കമാൻഡ്, റിക്വസ്റ്റ് ഇതിനെ സൂചിപ്പിക്കുന്നതാണ് ഇംപറേറ്റീവ്. എക്സ്ക്ലമേറ്ററി എന്ന് പറയുന്നത് ആശ്ചര്യത്തെ സൂചിപ്പിക്കുന്നതാണ്. അസേർട്ടീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഇൻട്രോഗേറ്റീവ് ക്വസ്റ്റ്യനെ സൂചിപ്പിക്കുന്നതാണ് അല്ലേ. അപ്പോൾ തന്നിരിക്കുന്നത് ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഒരു സെന്റൻസ് സബ്ജക്റ്റിൽ തുടങ്ങുകയും ഫുൾ സ്റ്റോപ്പിൽ അവസാനിക്കുകയും ചെയ്താൽ അത് അസേർട്ടീവ് സെന്റൻസ് ആണ്. പഠിച്ചു വെക്കുക, SCRT ഫാക്റ്റ് ആണ്. ഒരു സെന്റൻസ് സബ്ജക്റ്റിൽ തുടങ്ങി ഫുൾ സ്റ്റോപ്പിൽ അവസാനിച്ചു കഴിഞ്ഞാൽ അത് അസേർട്ടീവ് ആണ്. സോ ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം. ദെൻ അടുത്തത്, ചൂസ് ദ ഇൻകറക്റ്റ് പാർട്ട് ഓഫ് ദ സെന്റൻസ്. സെന്റൻസിലെ തെറ്റായിട്ടുള്ള ഭാഗം ഏത് എന്ന് കണ്ടെത്താനാണ്. അപ്പോൾ ഒരു സെന്റൻസ് അവിടെ ഓപ്ഷൻസ് ഇട്ട് തന്നിട്ടുണ്ട്. മച്ച് വാട്ടർ ഹാസ് ഫ്ലോൺ അണ്ടർ ദ ബ്രിഡ്ജ്. ഇതൊരു സെന്റൻസ് ആണ്. അപ്പോൾ അതിനെ സ്പ്ലിറ്റ് ചെയ്ത് ഓരോ ഓപ്ഷനിൽ തന്നിട്ടുണ്ട്. സ്പോട്ട് ദ എറർ പോലെ തന്നിട്ടുണ്ട്. ഏത് ഭാഗത്താണ് മിസ്റ്റേക്ക് വന്നിട്ടുള്ളത്? മച്ച് വാട്ടർ, അവിടെ മിസ്റ്റേക്ക് ഒന്നുമില്ല. വാട്ടറിന് മുന്നേ മച്ച് ചേർക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അല്ലേ. ഹാസ് ഫ്ലോൺ എന്ന് വരുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. വാട്ടർ എന്ത് ചെയ്യും? ഒഴുകും അല്ലേ. ഒഴുകും എന്നതിനെ സൂചിപ്പിക്കുന്നത് ഫ്ലോ ആണ് അല്ലേ. ഫ്ലോ എന്ന വെർബാണ്. ഇവിടെ ഹാസ് വന്നുകൊണ്ട് നമുക്ക് വെർബ് 3 കൊടുക്കാം. പക്ഷേ ഫ്ലോൺ എന്നുള്ളത് ഒഴുകുക എന്നർത്ഥത്തിലുള്ള ഫ്ലോ എന്നതിൻ്റെ വെർബ് 3 അല്ല. അത് ഫ്ലൈ എന്നതിൻ്റെ വെർബ് 3 ആണ് ഫ്ലോൺ കേട്ടോ. ഫ്ലൈ എന്നതിൻ്റെ വെർബ് 3 ആണ് ഫ്ലോ. ദെൻ ഫ്ലോ എന്നതിൻ്റെ വെർബ് 3 ഫ്ലോയിഡ് ആണ്. ഫ്ലോഡ് FLOWED. ഫ്ലോഡ്. PSC പലതവണ ചോദിച്ചിട്ടുള്ള ഒരു വെർബാണ് കേട്ടോ ഇത്, ഫ്ലൈയും ഫ്ലോയൊക്കെ. സോ ഓപ്ഷൻ ബിയിലാണ് തെറ്റ് വന്നിട്ടുള്ളത്. ഹാസ് ഫ്ലോഡ് എന്നായിരുന്നു വരേണ്ടത്. ദെൻ അടുത്തത് ഫെമിനൈൻ മസ്കുലൈൻ ഭാഗത്തു നിന്നുള്ളൊരു ചോദ്യമാണ്. ദ ഫെമിനൈൻ ജെൻഡർ ഓഫ് മിൽക്ക് മാൻ അല്ലെ, പാൽക്കാരൻ എന്നൊക്കെ പറയാം. അപ്പോൾ മിൽക്ക് മാൻ എന്നതിൻ്റെ ഫെമിനൈൻ സ്ത്രീലിംഗം ഏതാണ്? അപ്പോൾ ഓപ്ഷനിൽ നിങ്ങൾ നോക്കുമ്പോൾ അവിടെ മിൽക്ക് വ്യൂമൻ എന്നൊക്കെ പറഞ്ഞ് തന്നിട്ടുണ്ട് അല്ലേ. നിങ്ങൾ ഓർക്കുക, മാൻ എന്ന് കാണുമ്പോൾ ചാടിക്കയറി ഇപ്പുറത്ത് വുമൻ എന്ന് കൊടുക്കരുത്. മിൽക്ക് മാൻ എന്നതിൻ്റെ സ്ത്രീലിംഗം ഫെമിനൈൻ ഫോം വരുന്നത് മിൽക്ക് മെയ്ഡ് ആണ് കേട്ടോ. ഓപ്ഷൻ എ ആണ്, മിൽക്ക് മെയ്ഡ് ആണ് അതിൻ്റെ ഫെമിനൈൻ ഫോം. ഇതൊക്കെ നമ്മൾ എപ്പോഴും തെറ്റിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ദെൻ അടുത്തത് 9ാമത്തത് ഇഡിയമാണ്. ദ ഇഡിയം ഹോട്ട് അണ്ടർ ദ കോളർ. ഹോട്ട് അണ്ടർ ദ കോളർ മീൻസ്, ഹോട്ട് അണ്ടർ ദ കോളർ എന്നതിന് മീൻസ് ആംഗ്രി ആണ്. അവിടെ ആൻസർ അവിടെ വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ആൻസർ പറഞ്ഞത്. അല്ലെ, നമ്മുടെ കോളറിൻ്റെ താഴെ ചൂടെടുക്കുക. നമ്മൾ ദേഷ്യം വരുന്നതിന് മറ്റൊരു ടേമാണ് ചൂടാവുക എന്നുള്ളത് അല്ലേ, ചൂടാവുക. അപ്പം അതേ ഇത് തന്നെയാണ് ഇംഗ്ലീഷിൽ വന്നിട്ടുള്ളത്, ഹോട്ട് അണ്ടർ ദ കോളർ. നമ്മുടെ കോളറിൻ്റെ താഴെ ചൂട് അനുഭവപ്പെടുക എന്ന് പറഞ്ഞാൽ ദേഷ്യം തോന്നുക എന്നാണ് കേട്ടോ, ദേഷ്യം തോന്നുക എന്നുള്ളതാണ്. ദെൻ കംപ്ലീറ്റ് ദ സേയിങ് വെൽ ബിഗൺ ഈസ് ഡാഷ്. ഒരു പ്രശസ്തമായിട്ടുള്ള ഒരു കോട്ടാണ്, വെൽ ബിഗൺ ഈസ്. നന്നായിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ അത് പകുതി ചെയ്യുന്നതിന് തുല്യമാണ്. നമ്മളൊരു ഏതൊരു പ്രവൃത്തിയും നന്നായിട്ട് ആരംഭിച്ചു കഴിഞ്ഞാൽ അത് പകുതി ചെയ്ത് തീർത്തതിന് തുല്യമാണ്. അപ്പോൾ ഹാഫ് ഡൺ എന്നാണ് ഓപ്ഷൻ ഡി, ഹാഫ് ഡൺ ആണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത്. സോ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മൾ ഇംഗ്ലീഷിലെ PYQ സീരീസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഞാനിത് ഒറ്റ എക്സാമിന് ചോദിച്ചിട്ടുള്ള 10 ക്വസ്റ്റ്യൻസ്, ആ ചോദ്യപേപ്പറിൽ 20 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, ഞാൻ 10 ക്വസ്റ്റ്യൻ മാത്രമാണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ യൂസ്ഫുൾ ആകുന്നത് എങ്ങനെയാണെന്ന് പറയുക, നമുക്ക് ആ രീതിയിൽ ചെയ്യാം. ഒരു സബ്ജക്റ്റ് മാത്രമായിട്ട്, ഇപ്പോൾ ടെൻസ് മാത്രമായിട്ട് അല്ലെങ്കിൽ ഇഫ് ക്ലോസ് മാത്രമായിട്ട് ചെയ്യുന്നതാണോ, അതല്ല മൊത്തത്തിൽ ക്വസ്റ്റ്യൻസ്, ഒരു വർഷത്തെ ക്വസ്റ്റ്യൻസ്, അതായത് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് അതിലെ ഇംഗ്ലീഷ് മാത്രം ഡിസ്കസ് ചെയ്യുന്നതാണോ കൂടുതൽ നല്ലത് എന്ന് നോക്കുക. 2 രീതിയിൽ നോക്കിയാലും നമുക്ക് എഫക്റ്റീവായിട്ട് നോക്കാൻ കഴിയും. ഇത് 10 തരത്തിലുള്ള ചോദ്യങ്ങൾ നോക്കുന്ന സമയത്ത് നമുക്ക് 10 ഏരിയാസ് അവിടെ ക്ലിയർ ആവുകയാണ്. സോ നിങ്ങളുടെ അഭിപ്രായം അനുസരിച്ച് നമുക്ക് ബാക്കി ക്ലാസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകാം. എല്ലാവർക്കും എല്ലാവിധ വിജയങ്ങളും ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.